നയിപ്പില്ലടാ. നിന്റെ പെഞ്ഞൈവന്റെ കഷ്ടപ്പാട് ചെറിയതെന്തുമല്ലല്ലേ. നീ ആലോചനാക്കുള്ള നിന്റെ ജോബ് എത്ര? സുബൈക്ക് 8 ಗಂಟೆಗ ഒലിപ്പം കെട്ടക ഉത്ര നീ പറത്തിയിലിട ജാസർക്ക് 4 ಗಂಟೆ 5 ಗಂಟೆ കാണുമെന്നുള്ള നിന്റെ ജോബ് എന്ത്? ഒരു നാള് മാക്സിമം 7-8 ഒലിമ്പമാ ഗಂಟೆ ആയിട്ട് ഇവിടെ നിന്റെ ഡ്യൂട്ടി ഉള്ളത്. ആ 7 ಗಂಟೆ 8 ಗಂಟೆ നയിച്ചിട്ട് നീ ഔത്തുക പണ്ട സന്ദർഭത്തിൽ 1000-1500 രൂപ കനിഷ്ഠ പക്ക നീ എടുത്തും പണ്ട ഏത് കൂലി പണിക്കും. അങ്ങനെ വന്നിട്ട് നിന്റെ ഔത്തുക നീ ശരി അങ്ങ് പിന്നെ കുളിച്ചിട്ടൊന്ന് വിശ്രമത്തിൽ ആറാമത്തിൽ കൈക്കാൽ നീട്ടിട്ട് ദയിക്കണമാ, മൊബൈൽ നോക്കണമാ, നിന്റെ സ്വരത്തിൽ മുണ്ടാണ്ട് ദയിക്കണേണ് പൂർണ്ണമായിട്ടും രക്ഷ നിക്ക. നിന്റെ പെഞ്ഞൈ സുബൈക്ക് 4-4:30 ಗಂಟೆ എണിച്ചവള് ജാവുക ഉറങ്ങുമ്പോഴത്തേക്ക് 1:30 ಗಂಟೆ 12 ಗಂಟೆ ജാവുക. ഒരു നാള് ഡ്യൂട്ടി 7 ಗಂಟೆ 8 ಗಂಟೆ ആയിട്ട് നിന്റെ പെഞ്ഞയുടെ കനിഷ്ഠപക്ഷം നിന്റെ പെഞ്ഞയുടെ ഡ്യൂട്ടി അത് അല്ലേ. അവളെ പണി എത്ര? ഒരു നാളില് 7 ಗಂಟೆ 8 ಗಂಟೆ. നിക്ക് 1,000 രൂപ ശമ്പളാണ്ട് കണ്ടെങ്കിൽ അവൾക്ക് 3,000 രൂപ ശമ്പളം കൊടുക്കണം ഒരു നാളില് അല്ലേ. അവള് ഡ്യൂട്ടി അങ്ങനത്തേത്. നിക്ക് 1,000 രൂപ ശമ്പളാണ്ട് കണ്ടെങ്കിൽ അവൾക്ക് 3,000 രൂപ ശമ്പളം കൊടുക്കണം ഒരു നാളില് അല്ലേ. അവള് ഡ്യൂട്ടി അങ്ങനത്തേത്. നിന്റെ പോലത്തെ ഈസി ഡ്യൂട്ടി അല്ലടാ, വിശ്രമമുള്ള ഡ്യൂട്ടി അല്ലടാ. എല്ലാ നാൾ നിന്റെ ഔത്തുക്ക് കാള് ബേച്ചാൽ പിന്നെ തുടങ്ങിയ ഡ്യൂട്ടി അതെ. അവളെ മയ്യത്തെ പുറത്തേക്ക് കൊമ്പോണ്ട് കൊടുത്താൽ അതേ ഡ്യൂട്ടി അവളത്. നീ നാളെ ചനക്കൂളാ എത്ര കഷ്ടമുണ്ടല്ലോ. അതും ടൈമുകാവണ്ടേ. നിക്കൊരു നാള് പനി വന്നെങ്ക്, നിക്കൊരു നാള് വയറുന്നുമ്പലായെങ്ക, നിന്റെ കൈക്കാള് കടച്ചല് തുടങ്ങിയെങ്ക, നിനക്ക് എന്തെങ്കിലും തീരാണ്ടായപ്പോ നീന് ശമ്പളം കിട്ടില്ലെങ്കിൽ അത്ര പോയി ചെന്നിട്ട് ഔത്തുള്ളിൽ എത്ര 2 നാള് 3 നാള് 1 വാരം 2 വാരം റെസ്റ്റ് എടുക്കണേണ്. നിന്റെ പെഞ്ഞയായവള് തിങ്ങളുടെ കുളി വന്നപ്പോ മെൻസസ് ആയ സന്ദർഭത്തിൽ റബ്ബ് വയറുന്നമ്പലത്തിൽ പെടക്കിടങ്ങ ഉള്ളറ കാറിടങ്ങ ഉള്ളറ കൈകാള് പച്ചിരി തീരാണ്ട് നിത്രാണ് അവിടെ പെണ്ണിങ്ങ ഉള്ളറ എന്തെല്ലാം രൂപത്തിൽ സൈക്കു തീരാത്ത നൊമ്പള ഇന്നങ്ങ ഉള്ളറ. ആ എങ്ക അവളെ ഡ്യൂട്ടി എല്ലാ നാളുടെ പോലെ കണ്ടും അവളെ കണ്ടേ. അവൾക്ക് പനി വന്നെങ്ക ടൈപ്പറുടെ വന്നെങ്ക വേറെ നമ്പളായെങ്ക സൊബി ഗണിക്കുന്ന ടൈമിൽ അവൾ എണിക്കണോ, ജാവുക ഉറങ്ങണ സന്ദർഭത്തിൽ അവൾ വണങ്ങണോ, സൊബീത നാഷ്ടാവണോ, ദർശക മക്കളെ കടത്തണോ, സ്കൂൾക്ക് മക്കളെ കടത്തണോ, നിന്റെയും നിന്റെ ജാബുക്ക് കടത്തണോ, ഉച്ചത്തെ ആഹാരത്തെ വ്യവസ്ഥയാവണോ, അസർക്ക് മക്ക പണ്ട സന്ദർഭത്തിൽ അങ്ങനെ നാഷ്ടത്തെയും ചോറുടെയും ചായയുടെയും വ്യവസ്ഥയാവണോ, മഗ്രിബ് മക്കളെ സ്കൂൾക്ക് മദ്രസത്തുക്ക് കടത്തണോ, ജാവുക നാഷ്ടത്തെ വ്യവസ്ഥയാവണോ, ഇടക്കളയെല്ലാം കൽകണോ, അതിനിടയിൽ കക്കൂസര സൊറാക്കണോ, അതേപോലെ ബാത്റൂം ക്ലീൻ ആക്കണോ, നിന്റെയും നിന്റെ ഉത്തരിന്ന് എല്ലാളും മാറി ഡ്രസ് അവള് കൽകണോ, അത് വണക്കി വയ്ക്കണോ, നിലെല്ലാം തോത്തി വയ്ക്കണോ, ജാളെല്ലാം ക്ലീൻ ആക്കി വയ്ക്കണോ, എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒത്തരാക്കി വയ്ക്കണോ. ഒരു 10 നിമിഷത്തെ റെസ്റ്റ് ചെല്ലത് നിന്റെ പെഞ്ഞേക്കില്ലടോ. അവൾക്ക് നീ ശമ്പളം കൊടുക്കണെങ്കിൽ അതേ സ്വറത്തെ നിന്റെ പെഞ്ഞെ നിന്റെ ഊത്തിൽ ഒരു നാളാക്കട സ്വറത്തേക്ക് നീ പിന്നൊരു പെണ്ണിടെ ആണിങ്ങളെ വിളിപ്പാട്ടിന് നിന്റെ ഊത്തിലാക്കി മാറ്റെങ്കിൽ ഈ 8 ഗಂಟೆ സ്വറത്തേക്ക് നീ ശമ്പള കനിഷ്ഠ പക്ഷ 2,000-3,000 രൂപ ശമ്പളം കൊടുക്കണ്ടേ. അത്ര ഡ്യൂട്ടി നിന്റെ ഊത്തിലാക്കണ്ടല്ലോ. ഒരു വിഷമ ഇല്ലാണ്ട് അതിനിടയിൽ നിന്റെ പറച്ചില് തിന്നണോ, നിന്റെ അടി തിന്നണോ, നിന്റെ ശാപ തിന്നണോ, നിന്റെ വേണ്ടാത്ത പളക്ക കേൾക്കണോ, നിന്റെ ഉമ്മയുടെ ഒട്ടിക്ക നിന്റെ നിന്റെ ഇളങ്ങമൂത്തങ്ങളൊട്ടിക്ക സേരിട്ട് അവളെ പിന്നെയും ചാടിയും പസാദും പിത്തനയാക്കണോ, അതിനിടയിൽ നിന്റെ തലാക്കാക്ക ഓടി പോയി വണ്ട വേണ്ടടി ചെന്നിട്ട് അങ്ങനെ അതും കേൾക്കണോ, അടിച്ചങ്ങ് അടിയും തിന്നണോ, ചവിട്ടും തിന്നണോ, ഉഷാറിലാണ്ടെങ്കിൽ മറന്ന് കുപ്പിച്ചും പോയില്ലാണ്ടെങ്കിൽ മറ കെട്ടിട്ട് മരിക്കണോ. ഇതെല്ലാം നിന്റെ പെഞ്ഞയെ അവൾ അനുഭവിക്കണോ. ഒന്ന് ആലോചനാക്കി നോക്കൂ. നിന്റെ പെഞ്ഞയുടെ ജാഗിൽ നീ നിന്നിട്ട് നിക്ക് തീർവള ഒരു നാള് നിന്റെ പെഞ്ഞയാക്കട നിന്റെ ഊത്തിലാക്കട സ്വറത്തെ 4 നാളാക്കിയിട്ട് നിക്ക് പൂർത്തിയാക്കുക തീർവ. ഒന്ന് ചെല്ല്. പെണ്ണുങ്ങളെന്നാണ് ഒരു പളക്ക ചെല്ലടെ. നിന്റെ മാപ്പിള പിസണ്ടാണ്ട് കണ്ടെങ്കിൽ ചെമ്മ പാറാണ്ട് കണ്ടെങ്കിൽ ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിക്കും. എന്നിട്ട് കൊണ്ടുണ്ടാ നിക്ക് 2-3 മക്ക ഉള്ളറിട്ട് കണ്ടെങ്കിൽ ചെറിയ മക്ക ഉള്ളറിട്ട് കണ്ടെങ്കിൽ മാപ്പിള യാറെ പാറുമ്പത്ത് ഗുരു സൊറാക്കതീന് സുബീഗണിച്ചിട്ട് നിന്റെ ബാപ്പക്ക് ഫോണാക്കിയിട്ട് ബാപ്പ റിക്ഷ എടുത്തോണ്ട് പറയും. നക്ക് ചെന്നാള് ഒരു 4 നാളത്ത് റെസ്റ്റ് എടുക്കുക പറ കൊണ്ട് ചെന്നിട്ട് നീ എന്തരാക്ക് നിന്റെ ബാപ്പക്ക് ഫോണാക്ക് വേറൊന്നും പളക്ക പറയണ്ട. സുബീഗണിച്ചിട്ട് നിന്റെ മാത്രം ഡ്രസ്സും കണ്ടുമുട്ടയും കെട്ടിട്ട് ബാപ്പ വന്ന പുറത്തേക്ക് മാപ്പിളുടെ ചെലുതലേ നക്കൊരു നാള് റെസ്റ്റ് വീണോ, രജ വീണോ, ശമ്പളം എന്തൊന്നും ഇല്ലല്ലോ നൈക്കിടേക്ക് ഒരു 4 നാളത്തെ രജ വീണോ. നാളെ ഒത്തുക്ക് പോയി വണ്ടേ നാള് മക്കളുള്ളവർ തെല്ല് നോക്കിയുള്ളറവാ ദർശക കടത്തോറു, സ്കൂളുകളിലെ കടത്തോറു, നാഷ്ട കൊടുക്കറു, ഉച്ചത്തെ ചോറിന്റെ വ്യവസ്ഥ ആക്കറു, ജാവിടെ നാഷ്ടത്തിലെ വ്യവസ്ഥ ആക്കറു, ഉറങ്ങയുടെ വ്യവസ്ഥ ആക്കറു, എഞ്ചപ്പുറത്തേക്ക് കീഴും മേളും എതിരും പിറകളെ ചെറിയ മക്കളത് തൂരിട്ടും വീത്തിട്ടല്ലേക്ക് അതെല്ലാം കളിക്കിട്ടൊന്ന് ക്ലീൻ ആക്കറു. ഒന്ന് നാള് മക്കളെത്തെല്ലാം നോക്കിയുള്ള മക്കളെ വിട്ടിട്ട് നീ നിന്റെ ആള് കൗത്തുക്ക് പോകും.
നിന്റെ ഒരു നാൾ അവന് നിരക അവൻ ആത്മഹത്യ ആക്കുക. നിന്റെ മാപ്പിളയാണ് ആത്മഹത്യ. നീ ബർമ്മത്തിൽ നിനക്ക് മാപ്പിളയിക്കല എന്റെ അവനെ കൊണ്ട് സാധ്യമില്ല. ഈ മക്കളെ കൽക്കും മക്കളെ കുളിപ്പാട്ടുകൂ അവനക്ക് തീരുവാ. നീന് നിന്റെ മക്കളെ ഗലീജെല്ലാം എടുത്തിട്ട് നിക്ക് നാറുവില്ല. നീ ഗലീജെല്ലാം എടുത്തിട്ട് അതിനപ്പം എതിരും പിറവെല്ലാം കൽകിട്ട് അതിനെ ശുദ്ധിയാക്കിട്ട് അതിനെ ഡ്രസ്സ് കൽകിട്ട് എരിടിത് എരിഞ്ഞിട്ട് ഈ ഒരു സ്വറത്തെ നിന്റെ മാപ്പിളയുടെ കൊണ്ട് ലൈഫിലാക്കുക സാധ്യമില്ല. അത്ര സ്വറാക്കിടൽ നിന്റെ പെഞ്ഞയായ അതിനിടയിൽ നിന്റെ പറച്ചൽ കേൾക്കണോ? അതിനിടയിൽ നീ അടിച്ചത് അടി തിന്നണോ? എന്റെ ചെലവിടാ അവള് മജ്ബൂരിയായാള് നിന്റെ കൈക്ക് പോന്നിട്ടു. അവള് മജ്ബൂരിയായാള് അവള് നിറക്കത്തേക്ക് പോന്നിട്ടായിട്ട് രക്ഷപ്പെടുത്തൊന്നും കാര്യമൊന്നുമില്ല. രക്ഷപ്പെടുത്തൊക്കെ തൗബാക്കിട്ട് പ്രയോജനമില്ല. പോയത് പോയമേ ഉള്ള അതുകൊണ്ട് ചിന്തനാക്കുന്നതിന് പെഞ്ഞൈ കളിക്കട വസ്തല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നത് എന്തുണ്ടാ മരിക്കട ലാസ്റ്റ് ടൈം ചെന്ന് രണ്ട് പളക്കമുണ്ട്. വലിയ വിഷം മരിക്കുമ്പോഴത്തേക്ക് ചെന്നത് നീ കള്ളുകൂടി കണ്ടാണ്ടല്ല, നീ കക്കൊക്കെ പോകണ്ടാണ്ടല്ല, നീ ബഡ്ഡി തിന്നാണ്ടല്ല, ഒരുത്തര കൊള്ളാണ്ടാണ്ടു അല്ല. അർത്ഥവിടെ ഒരുത്തര കൊള്ളാണ്ടാണ്ടും സമയത്തല്ല മരിക്കുമ്പോ ചെന്നത്. وما ملكت أيمانكم أو كما قال رسول الله. മരിക്കട ലാസ്റ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ന വസിയത്ത് ഉമ്മത്തെ നിസ്കാരത്തെ ജാഗ്രത കേളറോ, നിസ്കാരത്തെ ജാഗ്രത കേളറോ, നിസ്കാരത്തെ ബുട്ടറണ്ട കളാകിരണ്ട. പിന്നെ ചെന്നു വമാ മലക്കത്ത് ഐമാനുക്കും നിങ്ങൾ മങ്ങിലാക്കി കൊമ്പന്ന് നിങ്ങളെ കയ്യിലുള്ള നിങ്ങളെ പെഞ്ഞയുള്ളല്ലേ അവളെ വിഷയത്തിൽ അല്ലാഹുടെ പേടിച്ചുള്ളൊരു മനുഷ്യര് എന്തേ ചെല്ലുവളാ നിന്റെ പെഞ്ഞയ്ക്ക് നീണല്ലാണ്ട് ആറുമില്ലടാ. നിന്റെ പെഞ്ഞ നിന്റെ അവളെ ബാപ്പടെ വിട്ടു വന്നവളോ നീണമങ്ങിൽ അവിടെ സന്ദർഭം നിൽക്കൊന്നും നഷ്ടാവുകില്ല. നിക്ക് സ്വർത്ത് ഒരാള് ബന്ത് അല്ലാണ്ട് നിൽക്കൊന്നും നഷ്ടാവുകില്ല. മങ്ങിലത്തെ സന്ദർഭത്തിൽ നിന്റെ പെഞ്ഞയ്ക്ക് എന്തെല്ലാം നഷ്ടായിട്ടുണ്ട് നീ ഒന്ന് ആലോചനാക്കിയ. അവൾക്ക് ജന്മ കൊടുത്ത ഉമ്മ നഷ്ടായിട, ജന്മ കൊടുത്ത ബാപ്പടെ വിട്ടു വന്നവളോ, ഇളങ്ങ മൂത്തങ്ങളെ വിട്ടു വന്നവളോ, 18-20 വർഷത്തോളം ഔത്രപൻ വിട്ടു വന്നവളോ, നിരക്കരടങ്ങളെ വിട്ടു വന്നവളോ, സന്തോളത്തെ വിട്ടു വന്നവളോ, എല്ലാത്തെയും കേവല പളക്കം ഉണ്ടല്ലേ. നിന്റെ മോളെ നിക്ക് മങ്ങിലാക്കി തന്നെ ചില ആ ജണ്ടോ ശബ്ദം ഉണ്ടല്ലേ, ആ ശബ്ദത്തെ കാരണത്തിൽ മാത്രം സകലവും വലിച്ചെറിഞ്ഞിട്ട് നിന്റെ പിറകിളവള് വന്നര് നീണല്ലാണ്ട് അവൾക്ക് ആറുമില്ലടാ. അവൾക്ക് ഉമ്മയില്ല, ബാപ്പയില്ല, ഇളങ്ങയില്ല, മൂത്തങ്ങയില്ല, നിരക്കരയില്ല, കൂട്ടില്ല, കുടുംബയില്ല, ആറുമില്ല. എല്ലാരെയും വിട്ടവള് വന്നത്. ഉമ്മയും ബാപ്പയും സുഖയില്ലെങ്ങൊന്ന് പോയി ബർവള് അല്ലാണ്ട് ഞങ്ങളെ റായത്തെ ദർഗത്തുക വേറെ ഒരു ബിരുദർ കെട്ടി വന്നത് പോലെ അല്ലെങ്കിൽ സിയാറത്തുക്ക് പോയി വന്നത് പോലെ ഉമ്മയുടെ കഷ്ടമാ സുഖമായി ഒന്ന് പോയി ബർവള് അല്ലാണ്ട് അല്ലെങ്കിൽ ഉമ്മക്കും ബാപ്പക്കും ഉഷാറില്ലെങ്കിൽ നോക്കുവള് അല്ലാണ്ട് ഞങ്ങൾ എന്തെങ്കിലും കെട്ടുപാട് നിങ്ങൾ പോയി ബർവള് സ്കൂൾക്ക് മദ്രസക്ക് രജ കിട്ടിയവർ 10 നാള് ദൈക്കുക പോയി ബർവള് അല്ലാണ്ട് ബാക്കി സമ്പൂർണമായിട്ടും അവളുള്ളത് നിന്റെ ഊത്തുളോ, അവളുള്ളത് നിന്റെ ഊത്തുളോ. എന്ത് നീ ആലോചനാക്കില്ല. അവൾക്ക് ആറുള്ളറളാ, അവൾക്ക് ഉഷാറില്ലാത്ത സന്ദർഭത്തുള്ള സമാധാനാക്കുക ആറുള്ളറളാ, അവൾക്ക് ബേജാറാക്കുമ്പോൾ ചിരിപ്പാട്ടുകാറുള്ളറളാ, അതേപോലെ അവളെ സന്തോളാക്ക് പാട്ടുകാറുള്ളറളാ. കഷ്ടത്തുക്കും സുഖത്തുക്കും നീന വേണ്ടേ. കുറെ ആണുങ്ങളുള്ളത് ഔത്തുകത്തുക്കു നൂലും പൊത്തുക്കു ഈ കൂട്ടിയതുപോലെ തുരുപ്പിലോട്ടും പെഞ്ഞയുടെ മുഖം ഒരു ചിരിക്കട കുറക്കൂടെ ഇല്ല. കുറെ ആണുങ്ങളെ മൂസുണ്ടങ്ങത്തെ പെഞ്ഞയുടെ മുഖം നോക്കും ചിരിക്കും പോലെ ഇല്ല. അവന് ചിരിക്കാത്ത ജാത്തിന്റെ വരച്ചിടാറാ അല്ല. അത് ചിരിക്കിട്, അത് ചിരിക്കിടത് മൃഗാത് എവിടെ ചിരിക്ക നോക്കണ ചിരിക്കിടത് കാട്ടണത്. പെഞ്ഞയുടെ മുഖം നോക്കിട്ട് ചിരിക്കാത്ത അവനുള്ളല്ലേ അവന് ചിരിക്കടാ. ചിരിക്കിടത്തെ പ്രാണി അവണു. ആരതെങ്ങ മങ്ങിലത്ത് പോയിട്ട് അവൻ നോക്കൂടാ. അപ്പുറത്തേക്ക് നോക്കിട്ട് അവിടെ നോക്കിട്ട് ചിരിക്കട്ടെ വളർന്നു. എന്തൊരു ദാദാ, എന്തൊരു ദീദി, എന്തൊരു ബാബി ചന്ദ്രി. എത്ര പെണ്ണുങ്ങൾ 34 വള്ളും പുറത്ത് കണ്ട് എല്ലാം കണ്ടു ചിരിക്കട ജാത്തിയെ പെഞ്ഞയുടെ മുസുണ്ട് മാത്രം കണ്ടിറക്കാം. ഇങ്ങനത്തതല്ലേ കുറെ ഉള്ളത്. അതിനൊക്കെയാണ് വലിയൊരു ഷാപ്പന്തരമുള്ള നിക്ക് ഭാഗ്യപനുള്ള പെഞ്ഞയുടെ മുഖം നോക്കിയിട്ടൊന്ന് ചിരിക്കണത്. പെഞ്ഞയുടെ ഒന്ന് കുസാല പളക്കൊരു തമാശ പളക്കൊരു അതൊക്കെ ഭാഗ്യപനുള്ള
ഒന്ന് ചെല്ലട്ടാ നിന്റെ പെഞ്ഞെ നിന്റെ മങ്ങിലായി വന്നത് നിന്റെ ഒത്തിരി അടകളകൾ കൊകല്ലളാ, നിന്റെ ഡ്രസ്സുകൾ കൊകല്ലള, നിന്റെ മക്കളെ ഡ്രസ്സുകൾ കൊകല്ല, നിന്റെ അകത്തോത്തകല്ല, നിന്റെ ടോയ്ലറ്റുകൾ കൊകല്ല, നിന്റെ ഒത്തിരി ചോറ് കരിയാക്കട നിബന്ധനകൾ വന്നതല്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വന്നതല്ല. പൊതുവളക്ക പറയുമ്പോഴത്തേക്കും സമയത്ത് നക്കൊരു പെണ്ണ് വേണോ, ചോറ് കരിയാക്കിടവളൂ, ഡ്രസ്സുകൾ കിടവളൂ, കക്കൂസുകൾ കിടവളൂ ചെന്നിട്ട് അങ്ങനത്തെ ഒരു നിബന്ധന വെച്ചിട്ടില്ല. അതൊക്കെ വന്നവളുമല്ല, അവളെ പണിയല്ല, നിന്റെ ഊത്തില് നിന്റെ പെണ്ണുള്ളളൽ പെഞ്ഞയുള്ളളല്ലേ ചോറാക്കാണ്ട് കറിയാക്കാണ്ട് ഡ്രസ്സുകൾ കാണ്ട് നലത്തോത്താണ്ട് പാത്രങ്ങൾ കാണ്ട് ടോയ്ലറ്റ് ബാത്റൂം ക്ലീൻ ആക്കാണ്ട് ആറാമത്തില് പോയിട്ട് ബെഡ്റൂമിൽ കിടന്നേണ്ട കണ്ടെങ്കും സമയത്ത് നിനക്ക് കേസ് ചൊല്ലും പോലെയില്ല. അർത്ഥവിടെ നിന്റെ പെഞ്ഞെ സ്വഭിച്ചിട്ട് റാഹത്തിൽ നാഷ്ടാക്കിട്ട് പോയിട്ട് കാളുടെ മേളിൽ കാളിട്ട് ചന്തത്തിൽ കിടന്നിട്ടുള്ളൂ, ഉച്ചത്തോളം കിടന്നിട്ട് അവള് ഭർത്തക്ക് വന്നിട്ട് കിച്ചണിക്ക് പറയുമ്പോഴത്തേക്ക് നീന് ചോറാക്കിട്ട് കൊടുക്കണം. അവൾക്ക് ചോറുണ്ടിട്ട് പോയിട്ട് പിന്നെ റാഹത്തിൽ ഒരു വർക്ക് അവൾക്ക്, പിന്നെ അസർക്ക് അവൾ ഭർത്ത് പറയുമ്പോഴത്തേക്ക് ചായ ആക്കിട്ട് നീ കൊടുക്കണം. അങ്ങനെ അസറതെല്ലാം കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് മോന്തിയാകുമ്പോഴത്തേക്ക് പൈക്കിരണ്ട് കാണുമ്പോഴത്തേക്ക് കിച്ചണിക്ക് പറയുമ്പോഴത്തേക്ക് നീ അവൾക്ക് ചോറാക്കിട്ട് നീ കൊടുക്കണം.